ഹായ് ഓൾ അസ്സാം വലൈക്കും. ക്യാമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചുരിദാറിൻ്റെ അല്ലെങ്കിൽ കുർത്തിയുടെയൊക്കെ സൈഡിലെ സ്ലിറ്റ് എങ്ങനെയാണ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് കാണാം. ഇത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും ഈ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു കാരണവശാലും സൈഡ് സ്ലിറ്റ് കറക്റ്റ് ആവാതിരിക്കില്ല. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യണേ, മറക്കരുത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ചുരിദാറിൻ്റെ 2 സൈഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ഷേപ്പ് ചെയ്യും, ചെസ്റ്റിൻ്റെ അളവൊക്കെ മാർക്ക് ചെയ്യും, എല്ലാം ചെയ്തിട്ട് നമ്മുടെ സൈഡ് രണ്ടും ജോയിൻറ്റ് ചെയ്യുക. ജോയിൻറ്റ് ചെയ്തതിന് ശേഷം സ്ലിറ്റ് വരുന്ന പോർഷൻ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് തിരിച്ച് കുത്തിയെടുത്ത് തിരിച്ച് കൊണ്ടുവന്ന് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ താഴത്തെ പോർഷൻ ഉണ്ടല്ലോ, ഈ സ്ലിറ്റിൻ്റെ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ടെൻഷൻ ഒരു 4-ലിട്ടിട്ട്, എന്ന് വെച്ചാൽ വലിയ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സ്ലിറ്റ് 2 വശത്തെയും സ്ലിറ്റുകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 വശവും നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി എന്നിട്ട് ടെൻഷൻ നിങ്ങൾക്ക് മാറ്റിയിട്ട് ആദ്യമേ തന്നെ ഒരു സൈഡിലെ സ്ലിറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തന്നെ വേണമെങ്കിലും അടിച്ചു വിടാം. അല്ലാന്നുണ്ടെങ്കിൽ 2 വശത്തെയും സ്ലിറ്റ് ഇതുപോലെ ടെൻഷൻ വലുതാക്കി വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട്, ഇപ്പം നിങ്ങൾ സ്ലിറ്റാണ് ഇടുന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക. അതല്ല എ കട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ കട്ട് രീതിയിൽ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം അത് മാർക്ക് ചെയ്തിട്ട് താഴെ വരെയും 2 വശവും ചേർത്ത് പിടിച്ചിട്ട് ശേഷം മടക്കി അടിച്ചു കൊടുക്കുക. മടക്കി അടിക്കുകയല്ല, സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു വിടുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്ലിറ്റ് ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് 2 വശത്തേക്കും ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് തയ്ച്ച് പോവുക. ഇങ്ങോട്ട് സ്ലിറ്റിൻ്റെ സൈഡ് തയ്ച്ച് പോവുക. തയ്ച്ച് സ്ലിറ്റ് നമ്മൾ മുകളിലത്തെ പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ മാർക്ക് എത്താറാവുമ്പോഴത്തേക്കും അകത്തേക്ക് പോർഷനും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മടക്കി പോകുമ്പോഴത്തേക്കും നമ്മൾ വെട്ടിട്ട് വെച്ചേക്കുന്ന പോർഷൻ അത് മറഞ്ഞു പോകും. അപ്പം സ്ലിറ്റിൻ്റെ നമ്മളെ മേളിൽ എവിടെ വരെയാണോ നമുക്ക് സ്ലിറ്റ് ഓപ്പൺ വരുന്നത് ആ പോർഷൻ എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ സ്ലിറ്റ് സാധാരണ രീതിയിൽ തയ്ക്കുന്നത്, സെൻറ്ററിലൂടെ ഒരു ജോയിൻ്റ് ഉണ്ടെന്നേ ഉള്ളൂ, അതായത് നമ്മളിപ്പോൾ സെൻറ്ററിലൂടെ ഒരു തയ്യലൂടെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്. സെൻറ്ററിൽ ഈ തയ്യലിടുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, എങ്ങനെ നോക്കിയാലും നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു വായ് ഭാഗം നമ്മളിങ്ങനെ ഈ തയ്ച്ച് പോകുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് എങ്ങനെ നോക്കിയാലും തെറ്റിപ്പോവില്ല, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് സ്ലിറ്റ് തയ്ച്ച് പോകുമ്പോഴത്തേക്കും ഒരു വശം കോണി പോകുന്നുണ്ട്, ഒരു വശം താന്ന് പോകുന്നുണ്ട്, സ്ലിറ്റിൻ്റെ അളവ് മാറിപ്പോകുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും, ഒരു രീതിയിൽ മാറിപ്പോവില്ല. സ്റ്റിച്ച് കണ്ടില്ലേ, ഇതുപോലെയാണ് കറക്റ്റ് പതിഞ്ഞിരിക്കും. നമ്മുടെ മേളത്തെ പോർഷനും ജോയിൻറ്റ് വരുന്ന പോർഷനും തമ്മിൽ നന്നായിട്ട് പതിഞ്ഞ് തന്നെ ഇരിക്കും. ഇനി നമ്മൾ ടെൻഷൻ കൂട്ടിയിട്ടിട്ടുള്ള സെൻറ്റർ പോർഷൻ ജോയിൻറ്റ് ചെയ്തിരിക്കുന്നതായതുകൊണ്ട് ആ ഒരു നൂല് ഇളക്കിയെടുക്കാനും എളുപ്പമാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇത് നമ്മൾ സ്ലിറ്റ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അടുത്ത പോർഷൻ നമുക്ക് ഇതുപോലെ തന്നെ സ്ലിറ്റ് രണ്ടാമത്തെ വശം ഉണ്ടല്ലോ, അപ്പോൾ ഒരു വശം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വശം സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ വീതി, നമുക്ക് നല്ല വിസ്താരമായിട്ട് തന്നെ സ്ലിറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം. മേലത്തെ ഓപ്പൺ വരുന്ന പോർഷൻ എത്താറാകുമ്പോഴത്തേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം കവർ ചെയ്യുന്നത്. ഈ രീതിയിൽ ചെയ്യാൻ അറിയില്ലാത്തവർ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നിങ്ങൾക്കിത്, ഒരു സംശയമില്ല. വളരെ എളുപ്പമാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ സെൻറ്ററിൽ കൂടെ ആദ്യം ഈ സ്ലിറ്റിൻ്റെ വരയുടെ നമുക്ക് എത്രയാണോ തയ്ക്കേണ്ടത് അവിടെ വെച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോകുമല്ലോ, അവിടെ എപ്പോഴും ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു 4-ൽ വലിയൊരു സ്റ്റിച്ചിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ. എങ്കിൽ മാത്രമേ നമുക്ക് സെൻറ്റർ പോർഷൻ ഇളക്കിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ വരുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ ജോയിൻറ്റ് വന്ന പോർഷനെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓപ്പൺ വന്നെടുത്ത് ഓപ്പണിൻ്റെ ആ ഒരു തയ്യലും നമ്മുടെ മേളിൽ നിന്നുള്ള തയ്യലും തമ്മിൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കാണുന്ന ഓരോരുത്തരും
പ്ലീസ് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓരോരുത്തരുടെയും ലൈക്കും എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്